Hey everyone, welcome back to Ash Unfiltered. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഫുൾ ടൈം ഈ കാറിലാണോ? കാരണം ഏത് വ്ളോഗ് എടുത്താലും ഈ കാറിന്റെ ഉള്ളിലായിരിക്കും. പക്ഷേ അതെ, ആകെ കുറച്ചേരെ കാണുന്നുള്ളൂ. അവർക്ക് വേണേ വിചാരിക്കാമല്ലോ, ഞാനതാണ് പറഞ്ഞത്. സോ ഇന്ന് നമ്മളൊരു മൂവി ഡേറ്റ് ആണ്. വി ആർ ഗോയിങ് ഫോർ വിശ്വനാഥൻ സൺസ് മൂവി. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ വല്ല പോവായിരിക്കും ചിലപ്പോൾ. ഉറപ്പില്ല. ഞങ്ങള് പുറത്തുനിന്ന് അധികം ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് കൺട്രോൾ ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷെ അതിന് ശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോ. അപ്പോ വേറെ ഒന്നല്ല, ഞങ്ങൾക്ക് പുറത്ത് ഇതുപോലെ വല്ല ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ ഫുഡും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു തിയേറ്റർ ആണ്. 5:45 ഷോ. ഇപ്പൊ തന്നെ 5:36 ആയി കഴിഞ്ഞു. സോ 5:45 എത്തും എന്തായാലും. അടുത്ത് തന്നെ നമ്മുടെ വീടിന്റെ. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്ത് പറയാനാ, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ വല്ല പുറത്ത് പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയം ഞാൻ മുഴുവൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് ഒരു അങ്ങനെ എടുക്കാൻ മാത്രം ഉള്ള കോണ്ടന്റ് ഒന്നും ഉണ്ടാവാറില്ല. സോ ഇതുപോലെ എവിടെയൊക്കെ പോകുമ്പോൾ കുറച്ച് അങ്ങനെ എടുത്ത് വെക്കും, അത്രേ ഉള്ളൂ. സോ അപ്പൊ നമ്മള് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് 6 മണി വരെ ജോലി ഉണ്ട്. പക്ഷെ ഇത് ഫ്രൈഡേ ആയതുകൊണ്ട് ഇറ്റ്സ് ഫ്ലെക്സി ഫ്രൈഡേ. അതായത് കുറച്ച് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ നേരത്തെ ഇറങ്ങി ഞങ്ങളിപ്പോ കൊണ്ടിരിക്കുവാണ്. അടുത്തായതുകൊണ്ട് ഞങ്ങള് മെല്ലെയാണ് ഇറങ്ങിയത്. എത്തുന്നുള്ള പ്രതീക്ഷയിൽ പോവായിരുന്നു. പക്ഷെ ഇടയിൽ ഒരു ചെറിയ ബ്ലോക്ക് കിട്ടി. അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മള് വണ്ടിയിൽ കയറി കഴിഞ്ഞ ശേഷം ഈ കാറിലുള്ള ടൈമാണ് നോക്കി ഉണ്ടായിരുന്നത്. അപ്പൊ അതില് 5:41 കാണിച്ച് ഞങ്ങള് ഒരു സ്ലോ ആയിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്റെ സ്വന്തം വാച്ച് നോക്കിയപ്പോ 5:47. ഏട്ടന്റെ വാച്ചിലാണെങ്കിൽ 5:44. അപ്പൊ സത്യത്തിൽ ഇത് ഏതാ സമയം എന്നിപ്പോ അറിയാത്ത അവസ്ഥയില. പക്ഷെ നമ്മള് ഏകദേശം ഒരു സമയമൊക്കെ ആയപ്പോ തന്നെ തിയേറ്ററിലെത്തി. ഇതാണ് തിയേറ്റർ, സൂര്യ തിയേറ്റർ ആണ്. സോ ഈരാറ്റുപേട്ടയിലുള്ളവർക്ക് അറിയായിരിക്കും സൂര്യ തിയേറ്റർ. ഞങ്ങൾ രണ്ടുപേരും വിജയ് ഫാൻസ് ആണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ആവേശമാണ്. അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്താട്ടോ എത്തിയ. ടൈറ്റിൽ കാർഡും ഒന്നും നമുക്ക് മിസ്സായില്ല. സൂര്യയുടെ ഇൻട്രോ എല്ലാം നമുക്ക് പക്ക കിട്ടി. അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. അമിതയുടെ ഡാൻസ് ഒരു രക്ഷയില്ല കേട്ടോ. സൂര്യയൊക്കെ പിക്ചറൊന്നും ഇല്ലാതെ അവളുടെ ഡാൻസിന്റെ മുമ്പിൽ. ഇറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇന്റർവെൽ ആയപ്പോൾ ഞങ്ങളിത് ഒരു പോപ്കോണും മിക്സഡ് ആയിരുന്നു, ടൊമാറ്റോ ആൻഡ് നോർമൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ആൻഡ് കോഫി. അത് രണ്ടും വാങ്ങിച്ച് വന്ന് നമ്മൾ ഇരുന്ന് സിനിമയെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയത്. ബിക്കോസ് കോമഡിക്ക് കോമഡി, ഒരു ഫാമിലി മൂവി എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് ഗുഡ്. TNC Systems, mobiles, home appliances, electronics, computer printer accessories എന്നിവ മികച്ച വിലക്കുറവിൽ. ഒപ്പം കിഡിലൻ ഗിഫ്റ്റ് ഐറ്റംസ്, വാച്ചുകൾ, പെർഫ്യൂമുകൾ, വാലറ്റുകൾ, ബെൽറ്റുകൾ, ക്രോക്കറികൾ, ടോയ്സുകൾ തുടങ്ങിയവയുടെ വൻ ശേഖരം. ഉടൻ പോലും TNC Systems, ന്യൂ മാർക്കറ്റ് ജംഗ്ഷൻ, വാഗമൺ. ലാഗൊന്നുമില്ല പടത്തിന്. ഏട്ടനെ കുറിച്ചാണ് അമിതാഭ് ബച്ചന്റെ ക്യൂട്ട്നെസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്ലസ് 2 കഴിഞ്ഞവർക്ക് ഏട്ടന് ഓരോ സീൻസിലും നല്ല ചിരിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് ഏട്ടന് സിനിമ ഇഷ്ടപ്പെട്ട് കാണുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് ഫിലിം കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് നല്ല മഴ കേട്ടോ. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഫാമിലി മൂവി. എന്നുവെച്ചാൽ അനാവശ്യമായിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ആവറേജ് മൂവി തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മീൻസ് അനാവശ്യമായിട്ടുള്ള കുറെ ആക്ഷൻ സീക്വൻസും സെന്റിമെന്റ്സും ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ഒരു തമിഴ് ഓഡിയൻസ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മേ ബി അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരിക്കും ആ സെന്റിമെന്റ്സ് ഒക്കെ. പക്ഷെ നമ്മളിത് കുറെ കണ്ടുമടുത്ത ടൈപ്പ് ഒരു ഓൾഡ് ഏജ് സെന്റിമെന്റ്സ് ആണ്. നമുക്ക് അതൊന്നും കുറച്ച് ദഹിക്കില്ല. മിസ്റ്റർ റെഗുലേഷൻ എന്താണ് പറയാനുള്ളത്? നിന്റെ യൂട്യൂബ് വീഡിയോ കുറച്ചു പേര് കാണുന്നോണ്ട് നീ രക്ഷപ്പെട്ടു. സൂര്യ ഫാൻസ് ഒക്കെ ഉണ്ടോ നിന്റെ അടുത്ത്? നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് അതിന് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സൂര്യ ഫാൻസ് ആരും എടുത്തു കൊടുക്കാന്ന്. ഞാൻ വിജയ് ഫാനാണ്. പക്ഷെ സൂര്യ നന്നായി അഭിനയിച്ച നമ്മളത് പറയണത്. സൂര്യയുടെ അഭിനയം സൂര്യ കൊള്ളാം. സൂര്യയുടെ സിനിമ സൂര്യ കാണാൻ രസമാണ്. പിന്നെന്താ അതില് കൊറേ അമ്മ പാസം, കൊറേ മറ്റേ എന്താ തങ്കച്ചി പാസം കുറച്ച്,
കുറച്ച് അച്ചമ്പാസം ഇതൊക്കെ തന്നെയാണ് സിനിമ. അതാണ് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. അത് എല്ലാവർക്കും സിനിമ കഴിക്കണമെന്നൊന്നുമില്ല. ഒരു ഫാമിലി മൂവി, അത് പ്രതീക്ഷിച്ചിട്ട് പോയാൽ ഓക്കെ ഓക്കെ. പിന്നെ കുറെ ഹൈപ്പ്, അനാവശ്യമുള്ള കുറെ ആക്ഷൻ സീക്വൻസ്, പിന്നെ പൈസക്കാരനായതുകൊണ്ട് ഈ ലോകം മുഴുവൻ വാങ്ങാന്നുള്ള രീതിയിലുള്ള കുറെ സെറ്റപ്പ് ഒക്കെയാണ്. ഓക്കെ ഓക്കെ മൂവി അത്രേ ഉള്ളൂ. പാടം കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഫോണിലൊക്കെ ഇരുന്ന് നമുക്ക് കാണാൻ അതെ അതെ, അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി അങ്ങനെ. ചോറൊക്കെ കൊണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ടിവിയിൽ കാണാൻ പറ്റുന്ന പേഷ്യന്റ് മൂവീസിലൊക്കെ കാണിക്കില്ലേ, അതുപോലെ ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. അല്ലാണ്ട് ഫാമിലി ഓറിയന്റഡ് ഒരു റോം കോം എന്നും പറയാം. റോംകോം മൂവി. പിന്നെ മറ്റോട് കൊള്ളാം അല്ലെ, എനിക്ക് അവിടെ നിന്നിട്ട് മമിത മമിത കുഴപ്പമില്ലാണ്ട് മമിത നല്ലൊരു കാസ്റ്റിന്റെ കൂടെയാണ് ശരിക്കും. അവൾക്ക് കിട്ടിയ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, അവളെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കൂടുതലായിട്ടൊന്നും ഇതിനെ പറ്റി പറയാനില്ല. വിൽ സീ ദ നെക്സ്റ്റ് വീഡിയോ. പുട്ടുപൊടി വാങ്ങട്ടെ അല്ലേ. സോ ടിൽ ദെൻ ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പോയി മുട്ടോടി വാങ്ങിക്കണേ.